ഭാരതപ്പുഴയോരത്തെ പ്രധാന നെൽകൃഷി മേഖലയായ പെരുന്തല്ലൂർ പാടശേഖരത്തിലെ പുതിയ കാർഷിക പരീക്ഷണം സംസ്ഥാനത്ത് തന്നെ കർഷകർക്ക് മാതൃകയാകുന്നു. 2 കിലോ വിത്തിറക്കി 2500-ലധികം കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പെരുന്തല്ലൂർ നെൽപ്പാടത്തെ കർഷകനായ ഭരതൻ. റിപ്പോർട്ടിലേക്ക്. പരമ്പരാഗതമായി പൊന്മണി വിത്തിൽ കൃഷി നടത്തിയിരുന്ന പാടത്ത് അക്ഷയ വിത്തിന്റെ പ്രയോഗം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. വിത്തുമാറ്റിയുള്ള പരീക്ഷണത്തിന് പൊതുവെ കർഷകർ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ കർഷകനും തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായ ഭരതൻ ഒരു കൈ നോക്കാൻ സന്നദ്ധനാവുകയായിരുന്നു. വലിയ വിളവ് ലഭിച്ചതോടെ ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്ത് നടന്നത്. നമ്മളിവിടെ ഈ 4 വർഷമായി ഈ തൃപ്രങ്ങോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ കൃഷി ഉണ്ടാക്കുന്നത് നല്ല ലാഭകരമായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ജബ്ബാർ സാറിൻ്റെ അധ്യക്ഷതയിൽ ഒരു അക്ഷയ നണ്ടൊരു വിത്ത് 2 കിലോ വിത്ത് തന്ന് അതിൻ്റെ കൂടെ ഞാനും സാറിൻ്റെ കൂടെ നിന്ന് അത് നല്ലൊരു പ്രവർത്തനത്തിൽ 2 കിലോ വിത്ത് കൊണ്ട് 2.5 ടണ്ണിലേറെ നെല്ലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 2 കിലോ വിത്ത് കൊണ്ട് 1 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അക്ഷയ എന്ന നെല്ലിനത്തെയാണ് പൊന്മണിക്ക് പകരം മണ്ണിലിറക്കിയത്. ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലുള്ള ഇരട്ടവരി രീതി ഉപയോഗിച്ചായിരുന്നു അടിയിൽ. തവനൂർ കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവി ഡോക്ടർ അബ്ദുൽ ജബ്ബാറിന്റെ സാങ്കേതിക സഹായത്തോടെ തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയോടുകൂടിയാണ് അക്ഷയ വിത്തിറക്കി കൃഷി ആരംഭിച്ചത്. അത് ഇപ്പൊ നോക്കിയപ്പോൾ നമുക്ക് 90 സെന്റിൽ നിന്ന് ഏതാണ്ട് 2-നും 2.5 ടണ്ണിന്റെ ഇടയ്ക്ക് നമുക്ക് വിളവ് കിട്ടും. എത്ര കിട്ടിയാലും ശരി 2 കിലോഗ്രാം 2.5 ടണ്ണോ 2 ടണ്ണോ ആവുക എന്ന് പറഞ്ഞത് കർഷകരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സൊസൈറ്റി തന്നെ മറ്റ് കർഷകർക്ക് വിത്ത് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം കേരളത്തിന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അക്ഷയ വിത്ത് ഉപയോഗിച്ചുള്ള നെൽകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതിനായി ഡോക്ടർ അബ്ദുൽ ജബ്ബാറിന്റെ നേതൃത്വത്തിലുള്ള ഫീൽഡ് സ്കൂൾ സംഘടിപ്പിച്ചു വരികയാണ്. കൃഷിക്ക് ആവശ്യമായ വായ്പ, വളങ്ങൾ, കൊയ്ത്ത് യന്ത്രം എന്നിവ ലഭ്യമാക്കി തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്ക് കൈത്താങ്ങായുണ്ട്. കേരള സർക്കാരിന്റെ തരിശ് നിലത്ത് നെൽകൃഷി നടത്തുക എന്ന സ്കീം നടപ്പാക്കിയിട്ടാണ് ഞങ്ങൾ 4 വർഷം മുമ്പ് നെൽകൃഷി ആരംഭിക്കുന്നത്. സ്വന്തമായിട്ട് ബാങ്ക് നേരിട്ട് കൃഷി നടത്തുക എന്ന രീതിയിലേക്ക് നമ്മൾ വരികയായിരുന്നു. കഴിഞ്ഞ എല്ലാ വർഷവും വളരെ ലാഭകരമായിട്ട് നമുക്ക് നെൽകൃഷി പൂർത്തീകരിക്കാനായി. സപ്ലൈകോക്ക് ടൺ കണക്കിന് നെല്ല് നമുക്ക് കൊടുക്കാനായി. അക്ഷയ പരീക്ഷണം പെരുന്തല്ലൂരിലെ കർഷകർക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷയാണ്. അബ്ദുൽ ജബ്ബാറിനെ പോലുള്ള കൃഷി ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകുമ്പോൾ പാടങ്ങളിൽ നിന്നും പൊന്നു വിളയിക്കാൻ കഴിയുമെന്ന വർദ്ധിച്ച ആത്മവിശ്വാസവും. ക്യാമറമാൻ രതീഷ് ചേകനൂരിനോടൊപ്പം സുരേഷ് ഇടപ്പാൾ, ദൂരദർശൻ ന്യൂസ്.